കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയങ്ങാടിയിൽ ജലാശയങ്ങൾ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. പുതിയങ്ങാടി സ്വദേശി സച്ചിദാനന്ദനാണ് ഇന്നലെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. സിനോജ്, ഈ സൂപ്പർ ക്ലോറിനേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഒരു ആശങ്കയുണ്ട് ഇപ്പോഴും. എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? കുറച്ച് ജാഗ്രതയിലാണ് അല്ലേ? അരുകുമാർ, അതായത് പുതുവർഷം തുടങ്ങിയിട്ട് ഇന്ന് 6ാം ദിനമാണ്. പക്ഷേ സംസ്ഥാനത്ത് ഈ രോഗം ബാധിച്ച് 2 പേർ ഇതിനോടകം തന്നെ മരിച്ചിരിക്കുന്നു. ഇന്നലെയാണ് കോഴിക്കോട് സ്വദേശി മരിക്കുന്നത്. അതിന് മുൻപ് തിരുവനന്തപുരത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ സച്ചിദാനന്ദന്റെ വീടിരിക്കുന്ന പുതിയങ്ങാടി മേഖലയിൽ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഈ ക്ലോറിനേഷനുമായി മുന്നോട്ട് പോകുന്നത്. ഇത് തീരമേഖലയാണ്, എല്ലാ വീടുകളിലും കിണറുകളുണ്ട്, ഒപ്പം തന്നെ കോർപ്പറേഷൻ വെള്ളവുമുണ്ട്. ഇവർ പറയുന്നത് കുളിക്കാനൊക്കെ തന്നെ കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നു. ഇതിന് മുൻപും ഈ ഭാഗത്തൊക്കെ തന്നെ ക്ലോറിനേഷൻ നടത്തിയിരുന്നു. കാരണം ഇതിന് മുൻപ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ രോഗം സംസ്ഥാനം വ്യാപകമായി വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ എല്ലാ ജലാശയങ്ങളും സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയതാണ്. ആ സമയത്ത് ഇവിടെയും ക്ലോറിനേഷൻ നടത്തിയിരുന്നല്ലേ? 28, 29, 30 രീതികളിൽ നമ്മുടെ ഒരു ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ചെയ്തതാണ്. അപ്പോൾ അത് പുറമെ നമ്മൾ ഈ പ്രദേശത്ത് ഓരോ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് തന്നെ കിണറുകളിൽ പീഡിക്കലായിട്ട് ക്ലോറിനേഷൻ ചെയ്യാനുള്ള. പക്ഷെ നമ്മളിപ്പോൾ ക്ലോറിനേഷൻ ചെയ്യാൻ വരുന്ന സമയത്ത് അവർ മീനുണ്ട് ചെയ്യേണ്ടതൊക്കെ ആൾക്കാർ പറയുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടാറുണ്ട്. അപ്പോൾ അങ്ങനെ അവനെ മീനിനെ എടുത്തതിന് ശേഷം മാറ്റിയതിന് ശേഷം ക്ലോറിനേഷൻ ചെയ്യുന്നൊരു രീതിയും ചെയ്യുന്നുണ്ട്. മീനിന്റെ ജീവനല്ല മനുഷ്യന്റെ ജീവനാണ് വലുത്. തീർച്ചയായിട്ടും അതാണ് അവരെ ബോധവൽക്കരിച്ചിട്ട് അത് നമ്മൾ എല്ലാ കിണറുകളിലും ക്ലോറിനേഷൻ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അരുകുമാർ, അതായത് ആളുകൾ പലതരത്തിലുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഈ രോഗത്തിന്റെ ഉറവിടം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സച്ചിദാനന്ദന്റെ വീട്ടിലുള്ള കിണറിലെ വെള്ളത്തിന്റെ സാമ്പിളൊക്കെ തന്നെ ശേഖരിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ രോഗം ബാധിച്ചതെന്ന് കണ്ടെത്താൻ വേണ്ടി. അതായത് ഈ പ്രദേശത്തൊക്കെ തന്നെ എല്ലാ വീടുകളിലും കിണറുകളുണ്ട്. ആ കിണറുകൾ ക്ലോറിൻ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ സൂപ്പർ ക്ലോറിനേഷൻ നടത്താനുള്ള നടപടികളുമായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. സിനോജാണ് വിവരങ്ങൾ നൽകിയത്.